ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബൊഗെയിൻവില്ലയുടെ കുറച്ച് കെയറിങ് ടിപ്സൊക്കെയാണ്. ഇതിൻ്റെ കാലമാണല്ലോ. ഇനി ഒരു മെയ് ലാസ്റ്റ് വരെയൊക്കെ ഇവരുടെ സീസൺ തന്നെയാണ്. ഇത് ഫയർ ഓപ്പാലാണ്. എല്ലാവർക്കും സ്വന്തമാക്കണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് റൂബി റെഡ് ആണെന്ന് തോന്നുന്നു, അല്ലേ ഫയർ റെഡ്. വ്യക്തമായിട്ട് എനിക്കറിയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് വെറൈറ്റിയാണ് ഫയർ ഓപ്പാലും റൂബി റെഡും. എവിടെ നിന്ന് നോക്കിയാലും പെട്ടെന്ന് ഒരു ഗാർഡനിൽ കണ്ണിൽ പെടുന്ന രണ്ട് കളേഴ്സാണ് ഫയർ ഓപ്പാലും റൂബി റെഡും. നിറഞ്ഞു പൂക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധയാണ്, എന്തൊക്കെ വളങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് ഇത് നോക്കേണ്ടതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കാരണം നമ്മൾ ആദ്യം പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ അത് പൂവിടും. ആദ്യത്തെ ആ ഒരു ടൈമിൽ, ആദ്യത്തെ ഫ്ലവറിങ് ടൈം കുറച്ച് ദിവസം അത് പൂവിട്ടതിന് ശേഷം പിന്നെ ആ പൂക്കളെല്ലാം പൊഴിഞ്ഞ് പോയതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. ഇത് മഹാറാണി എന്ന് പറയുന്ന വെറൈറ്റി ആണെന്നാണ് ആ നഴ്സറിയിലെ കുട്ടി പറഞ്ഞത്. വ്യക്തമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, അതല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ വാട്ടറിങ് ആണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാട്ടറിങ് ഇല്ലെന്ന് എന്നും വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഇലകളാണ് കയറി വരുന്നത്. എന്നും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇലച്ചിലുണ്ടായി നിൽക്കും, പക്ഷേ പൂക്കളുണ്ടാകാൻ ചെടി മടിക്കും. അതുകൊണ്ട് ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പിന്നെ പൂ പിടിച്ചിരിക്കുന്ന ചെടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ആ പൂവിൽ വെള്ളം വീഴാതെ ചെടിയുടെ ചൂട്ടിൽ നന്നായിട്ട് നനച്ച് കൊടുത്താൽ മതി. പിന്നെ ചെടിക്ക് എന്തെങ്കിലും ഒരു വാട്ടം തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ട് ദിവസവും ഇതിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല വെയിൽ വേണം. എന്തൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും വെയിലില്ലെങ്കിൽ ഇവരുടെ പൂവിടയിലൊക്കെ ഒരു കണക്ക് തന്നെയാണ്. ആദ്യമേ നമ്മൾ സീസണൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഹാർഡ് പ്രൂണിങ് ഒക്കെ ചെയ്തതിന് ശേഷം നന്നായിട്ട് വളമൊക്കെ നൈട്രജൻ, ചാണകത്തിൻ്റെ തെളി ഒക്കെ ഒഴിച്ച് ചെടിയൊക്കെ ഒന്ന് ഉഷാറായി കഴിയുമ്പോൾ പിന്നെ അധികം ചാണകത്തിൻ്റെ തെളിയൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളങ്ങൾ കൊടുത്താൽ ഇവരുടെ ഇലച്ചിലായിരിക്കും ഭയങ്കരമായിട്ട് കയറി വരുന്നത്. അതുകൊണ്ട് NPK, അതിൽ നൈട്രജൻ കുറവുള്ള കണ്ടൻറ്റുള്ള വളം നമ്മൾ കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ പിന്നെ ചെറിയ രീതിയിലുള്ള പ്രൂണിങ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇത് നോക്കിക്കേ, ഇതിൻ്റെ ഫ്ലവർ കണ്ടോ, നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാൻ. ആദ്യമേ ഇതാണെങ്കിൽ സീസൺ തുടങ്ങിയപ്പോഴൊന്നും പൂ പിടിച്ചതുപോലുമില്ല. ആദ്യമേയൊക്കെ ഹാർഡ് പ്രൂണൊക്കെ ചെയ്ത് കൊടുത്തെങ്കിലും അങ്ങോട്ട് കാര്യമായിട്ട് പൂവൊന്നും പിടിച്ചില്ലായിരുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ ഒരു തവണ കൂടെ അത് കട്ട് ചെയ്ത് കൊടുത്തപ്പോഴാണ് നന്നായിട്ട് പൂ പിടിച്ചു വന്നത്. ഇതും അതുപോലെ തന്നെയായിരുന്നു. അതെല്ലാം നല്ലപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പൂവിട്ട് വന്നതാണ്. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നപ്പം പൂക്കളുണ്ടായിരുന്നു. ആ ഒരു ടൈം കഴിഞ്ഞ് പിന്നെ പൂ വന്നില്ല. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ പൂക്കളൊക്കെ ഉണങ്ങി നിൽക്കുമല്ലോ ആദ്യത്തെ ആ ഒരു റൗണ്ട് പൂവിന് ശേഷം, ആ ഉണങ്ങിയ ഭാഗമൊക്കെ അങ്ങ് ഒടിച്ച് കളഞ്ഞ് ഞുള്ളിക്കൊടുത്ത്. അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഞുള്ളി കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് നല്ലപോലെ വളമൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം പൂവിടുമ്പം തന്നെ ചെടിയുടെ നല്ലതായിട്ട് വളമുണ്ടെങ്കിലേ ചെടിക്ക് നന്നായിട്ട് പൂവിടാനുള്ളൊരു കരുത്ത് കിട്ടത്തുള്ളൂ. നമ്മളൊരു 20 ദിവസമൊക്കെ കൂടുമ്പോൾ ചെടിക്ക് ജൈവ അല്ലെങ്കിൽ ഓർഗാനിക് അല്ലെങ്കിൽ കെമിക്കൽ വളങ്ങൾ കൊടുക്കാവുന്നതാണ്. ഈ ചെടികളൊക്കെ നോക്കി, ഇതാണെങ്കിൽ നല്ലൊരു നല്ലൊരു ഫ്ലവറാണ് അതിൻ്റെ കളറ്. അതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നമ്മൾ ആദ്യമേ ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം നന്നായിട്ട് തറഞ്ഞു നിൽക്കുന്നതായിരിക്കും. നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു ചുമന്ന മണ്ണായിരിക്കുമല്ലോ. അതങ്ങനെ ഡ്രൈ ആകും തോറും അതിങ്ങനെ ഭയങ്കരമായിട്ട് ഉറയ്ക്കും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പോട്ടിലെ ആ മണ്ണ് നമ്മൾ എന്തെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലും വെച്ചൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല വേരോട്ടം ഉണ്ടാകണമല്ലോ. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കൊടുക്കുന്ന ജൈവവളമാണ് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും, പിന്നെ കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടെ ചേർത്ത്
നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം. കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടി കുറച്ചെടുത്താൽ മതി. അതും കൂടെ ചേർത്ത് ഈ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കുകയും ചെയ്യണം. നമ്മൾ ആദ്യത്തെ ഫ്ലവറിങ്ങിന് ശേഷം ഈ പ്ലാന്റിന് അങ്ങനെയൊന്നും വളമൊന്നും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഒരു 20 ദിവസം കൂടുമ്പോൾ ബൊഗെയിൻവില്ലയ്ക്ക് നമ്മൾ ഇതുപോലെ ഓർഗാനിക് അല്ലെങ്കിൽ കെമിക്കൽ വളങ്ങൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. വളം കൊടുത്തതിന് ശേഷം നല്ലപോലെ വെള്ളം കൊടുക്കുകയും ചെയ്യണം. കാരണം ഈ ഫ്ലവറിങ്ങിന് വേണ്ടി പ്ലാന്റ് തയ്യാറെടുക്കുമ്പോൾ കുറേ അതിന് വളം ഒക്കെ നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു വട്ടത്തെ ഫ്ലവറിങ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ വളങ്ങളൊക്കെ കൊടുക്കാൻ മറക്കരുത്. ജൈവമായാലും കെമിക്കൽ വളങ്ങളായാലും എന്ത് കൊടുത്താലും നമ്മൾ വൈകുന്നേരങ്ങളിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേ അന്തരീക്ഷമൊക്കെ ഒന്ന് തണുത്തിരിക്കുമായിരിക്കുമല്ലോ. അപ്പോഴേ കെമിക്കൽ വളങ്ങളൊക്കെ നല്ല ചൂടുള്ള വളങ്ങളാണ്. അപ്പോഴേ നന്നായിട്ട് വളം കൊടുക്കുന്ന ദിവസം നന്നായിട്ട് വെള്ളം കൊടുക്കുകയും ചെയ്യണം. അതിനുശേഷം ഈ ഈ അറ്റമൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. കുറേ ഇലച്ചിലൊക്കെ അങ്ങ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇലച്ചിലൊക്കെ കട്ട് ചെയ്ത് കളയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പൂക്കളുണ്ടാകാനുള്ള ഒരു ടെൻഡൻസി ആ ചെടിക്ക് അപ്പോഴുണ്ടാകാൻ സാധ്യതയുണ്ട്. കുറേ പുതുതായിട്ട് വരുന്ന ആ മണ്ടയൊക്കെ നുള്ളിക്കളയുക, ആ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് നിങ്ങളുടെയും പൂവിടാതെ നിൽക്കുന്ന ബൊഗെയിൻവില്ല നന്നായിട്ട് പൂവിടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.